ഏപ്രിൽ മാസം 22-ാം തീയതി ക്രിസ്തു വർഷം 2026. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. രക്ഷയുടെ സുവിശേഷം പഠിപ്പിക്കുവാൻ, നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. അത് കേൾക്കുന്നവർക്കും അനുഗ്രഹമായി തീരണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. സന്ദേശം കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്ന് തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം, അതിന് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയായി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരേക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ഞങ്ങൾ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, പുത്രനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവനെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാടുകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അത് മനസ്സിലാക്കുവാനും പുത്രൻ മനുഷ്യാവതാരത്തിൽ യേശു ആയി ജനിച്ച് പാപപരിഹാരം വരുത്തി ഇന്ന് മഹത്വത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ആചാരങ്ങളും ദുരാചാരങ്ങളും ഞങ്ങൾ വിട്ട് യഥാർത്ഥ മഹത്വമുള്ള ക്രിസ്തുവിനെ പിൻപറ്റാനും യഥാർത്ഥമായ ക്രിസ്തുവിനിലൂടെ പിതാവിനെ ആരാധിക്കുന്നവരും അനുസരിക്കുന്നവരും വിശ്വസിക്കുന്നവരായുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾക്ക് അത് വ്യക്തമാക്കി തരുമാറാകണമേ. ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചു വരുന്നത് വാട്ട് ആഫ്റ്റർ ദി പാഷൻ വീക്ക്, യേശുവിൻ്റെ പീഡാനുഭവത്തിന് ശേഷം എന്ത്. അത് തീർച്ചയായിട്ടും നാം അറിഞ്ഞിരിക്കേണ്ട വലിയൊരു വിഷയമാണ്. ഇവിടെ ഒരു വലിയൊരു ട്രാൻസിഷൻ നടക്കുകയാണ്. പീഡാനുഭവം, മരണം, ക്രൂശീകരണം, അടക്കം, പുനരുത്ഥാനം. അപ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവം മരണവും അടക്കത്തോടുകൂടി കഴിഞ്ഞു. എന്നാൽ അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത്, അതുകൊണ്ടാണ് ഈ വേദഭാഗത്തിന് ഇതിൻ്റെ എബ്രായയിലെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കാനിടയായതുകൊണ്ട് അവൻ ഇവിടെ പിതാവിൻ്റെ പുത്രനെ കുറിച്ച് പറയുകയാണ്. കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഭാഗമായിട്ട് വിധമായിട്ട് പ്രവാചകന്മാരും പിതാക്കന്മാരെ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. അപ്പോൾ ഈ പുത്രനാണ് ഈ അവൻ എന്നിവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പുത്രൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രതയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകൊണ്ട്, അതാണ് അവൻ്റെ ക്വാളിഫിക്കേഷൻ. എന്ത് ചെയ്തു? അതുകൊണ്ട്, ബിക്കോസ്, ദെയർഫോർ എന്ത് ചെയ്തു? പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു പീഡാനുഭവത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മൾ വാസ്തവമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയാണ് എങ്കിൽ നമ്മൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ജീവിക്കണം? ഈ പീഡാനുഭവത്തിൽ ജീവിക്കണമോ അല്ലെങ്കിൽ അതിൻ്റെ മഹത്വത്തിലേക്ക് കടന്ന കർത്താവിൽ ജീവിക്കണമോ എന്നുള്ളതാണ്. അതിന് ചില വാക്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കുകയാണ് ഞാനിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ജയാളിയായ കർത്താവിന് ഇന്ന് മഹത്വത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന
യേശു ക്രിസ്തുവിനായിരിക്കണം നാം പിന്തുടരേണ്ടത്. അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ പീഡാസനത്തിന് ശേഷം എന്ത് എന്നുള്ളത് നാം പഠിക്കുമ്പോൾ യേശു മഹത്വത്തിലേക്ക് കടന്നു. He suffered, died, buried and rose again and is glorified. അവൻ മഹത്വത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഇവിടെ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കാനിടയായത്. അവൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപങ്ങളിൽ നിന്ന് നമ്മെ വിശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിൽ മഹത്വത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. എന്നാൽ ഇത് സത്യവേദ പുസ്തകത്തിൻ്റെ പരിഭാഷ നോക്കുമ്പോൾ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയെന്നാണ് അവർ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. പരിഹാരം. എന്നാൽ POC ബൈബിളിലെ, അത് റോമൻ കത്തോലിക്കരുടെ തർജ്ജമയാണ്, അതിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ശുദ്ധീകരിച്ചതിന് ശേഷം എന്നുള്ളതാണ്. ഞാനത് ഗ്രീക്ക് ഭാഷയിലേക്ക് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് ശുദ്ധീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷയായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ ഉപവിഷ്ടനായി, അവൻ ഇരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു വ്യക്തിയുടെ ആ പരമപ്രധാനമായിട്ടുള്ള മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പ്, ആദാമിൻ്റെ മക്കൾക്കും പറ്റിയ പാപത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി. എന്ത് ചെയ്തു? അവന് ഇരിക്കുകയാണ്. ഒരുവൻ ഇരുന്നു എന്ന് പറഞ്ഞാലും ജയാളിയായിട്ട് ഇരിക്കുന്നവർ. നാം ഇരുന്നിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്നത് അതിന് ശേഷമാണ് നാം സമാധാനമായിട്ട് ഇരിക്കുന്നത്. ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ഇരിക്കുകയാണ്. ഇന്ന് പല ക്രൈസ്തവർ എന്ന് പറയുന്നവർക്കും ഈ വ്യത്യാസം അറിയത്തില്ല. അതുകൊണ്ട് അവർ തിരുവചനത്തിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ, നമ്മുടെ അധികാര പുസ്തകം ദൈവവും ദൈവവചനവുമാണ്, വേറെ പാരമ്പര്യമല്ല. എന്നാൽ ക്രിസ്തീയ പാരമ്പര്യം നമുക്കുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മുടെ പാരമ്പര്യമാണ്. നമ്മൾ പാരമ്പര്യത്തിൽ വിരോധികളല്ല. ഒരു പാരമ്പര്യം കൊണ്ട് നമുക്ക് ദൈവത്തോടെടുക്കാനോ പാപമോചനം ലഭിക്കുവാനോ ദൈവവചനത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങൾ ലഭിക്കാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് പാരമ്പര്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഈ മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക്, അവിടെ പ്ലൂരലാണത്, ബഹുവചനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സിൻ എന്ന് പറഞ്ഞാൽ ഒരു സിന്നല്ല, സിൻസ്. ആദാമിൻ്റെ പാപവും അതിനോട് തുറന്നുണ്ടായ സകല പാപങ്ങൾക്കും പരിഹാരം, ഓൾ സിൻസ്. അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തി. ഇതാരാണ് പരിഹാരം വരുത്തിയെന്നുള്ള ഒരു വലിയ വിഷയമാണത്. മാർപ്പാപ്പയല്ല, അന്ത്യോക്യയിലെ പാത്രിയാർക്കീസല്ല, വേറെ ആരുമല്ല. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ അവനെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നത്, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ എന്ന് പറയുമ്പോൾ അവൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. ദൈവപുത്രൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുകയാണ്. അത് സംഭവിച്ചത് എങ്ങനെയാണ്? ദൈവം മറിയയുടെ ഗർഭപാത്രത്തിൽ മനുഷ്യത്വം സ്വീകരിച്ചു. ഇത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. ഇത് പരിശുദ്ധാത്മാവ് നടന്ന കാര്യമാണ്. ദൈവം മനുഷ്യത്വം സ്വീകരിച്ച് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്നുള്ളത്. അതാണ് ഈ മനുഷ്യാവതാരം എന്ന് പറയും. ഇംഗ്ലീഷിൽ അതിന് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയുക. ഹൈപ്പോസ്റ്റാറ്റിക്, 2 natures in 1 body. അതാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഇത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. അങ്ങനെ പുത്രനാണ് പാപപരിഹാരം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അത് പുത്രനാണ് നമുക്ക് ശുദ്ധീകരണം നൽകിയിരിക്കുന്നത്. കാരണം നമ്മുടെ പാപം സംബന്ധമായിട്ടുള്ള മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ നിരവധിയാണ്. അതിൽ ഒന്നാണ് അശുദ്ധി എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. ദൈവസന്നിധിയിലേക്ക്, പരിശുദ്ധനായ ദൈവസന്നിധിയിലേക്ക് ഒരു പാപിക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരണമില്ലാതെ നമ്മൾ ദൈവത്തെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. വി ഹാവ് ടു ബി ക്ലീൻ. നമ്മൾ രോഗം വന്ന് അശുദ്ധരാണ്. പഴയ നിയമപ്രകാരം നമ്മൾ അശുദ്ധ മനുഷ്യരാണ്. അതൊന്ന് ദൈവത്തിന് കടക്കാൻ പറ്റും. അതുകൊണ്ട് പാപക്ഷമയ്ക്ക് ദൈവമായിട്ട് അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു മാർഗമാണ് നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. എന്നാൽ അതും കൂടാതെ പാപക്ഷമ ലഭിക്കണം, നമുക്ക് ദൈവത്തിന് തൃപ്തിയായിരിക്കണം. തൃപ്തിയാകണമെങ്കിൽ അത് ദൈവമായിരിക്കണം. ദൈവത്തിൻ്റെ പുത്രനാണ് ചെയ്തുകൊണ്ടാണ് പിതാവ്
അതിൽ പ്രസാദിച്ചിരിക്കും. ഇത് വളരെ അത്ഭുതകരമായ ദൈവിക വെളിപ്പാടാണ്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഈ പാരമ്പര്യവും ഈ ദൈനംദിനം ചെയ്യുന്ന ഈ കർമ്മങ്ങളും ഉപേക്ഷിച്ച് വാസ്തവമായിട്ട് ക്രൈസ്തവരായി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമാണ്. ഞാൻ അല്പമേടയിലേക്ക് കടക്കും. നിങ്ങൾ അല്പം ക്ഷമയോടെ കാത്തിരുന്നാലും. അതുകൊണ്ട് പാപപരിഹാരം ഉണ്ടാക്കിയത്, നമ്മുടെ ശുദ്ധീകരണം നടത്തിയത് അത് പുത്രനാണ്. അപ്പോൾ പുത്രൻ ആരാണ്? പുത്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നവൻ. എത്രയോ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. നാം അതുപോലെ അറിയാം, നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നവരാണ്. ദി അപ്പോസ്റ്റൽസ് ക്രീഡ്. അതിനകത്ത് ഈസ് ലൈറ്റ് ഫ്രം ലൈറ്റ്, ബിഗോട്ടൺ നോട്ട് മെയ്ഡ്, ഈസ് വൺ വിത്ത് ദി ഫാദർ, വൺ ഇൻ എസൻസ് എന്നുള്ള പല അത്ഭുതകരമായിട്ടുള്ള ദൈവിക സത്യങ്ങൾ ഉൾപ്പെട്ട ഒന്നാണ് നമ്മുടെ അപ്പസ്തോലിക വിശ്വാസ പ്രമാണം. അത് എങ്ങനെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സഭ ഉണ്ടാക്കിയൊരു സാധനമല്ല. സഭ ഉണ്ടാക്കിയതാണെങ്കിലും അത് ദൈവവചനത്തിൽ നിന്ന്, ദൈവിക വെളിപ്പാടനുസരിച്ച് പുത്രൻ ആര് എന്നുള്ള കാര്യങ്ങൾക്ക്, അവൻ്റെ ദൈവികത്വത്തെക്കുറിച്ച് പറയുന്ന വേദവാക്യങ്ങളാണ്. എന്നാൽ അവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന വേദവാക്യങ്ങളുണ്ട്. അതുകൊണ്ട് അവൻ സൃഷ്ടിയല്ല, അവൻ ഈസ് ബിഗോട്ടൺ ഓഫ് ദി ഫാദർ, അവൻ പിതാവിൽ നിന്ന് ജനിച്ചവനാണ് എന്നൊക്കെയുള്ള സത്യം. ഇതൊക്കെ എവിടെ നിന്ന് ഈ വിശ്വാസപ്രവണത്തിലേക്ക് കടന്നു? അതിലൊരു ഭാഗമാണ് ഈ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. യേശുക്രിസ്തു പുത്രൻ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. നമ്മുടെ വിശ്വാസപ്രമാണം പരിശോധിച്ചാൽ പുത്രൻ പൂർണ്ണ ദൈവമാകുന്നു എന്നതിന് ആധാരമായിരിക്കുന്ന തിരുവചനം ഈ വേദഭാഗത്ത് കാണാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ അപ്പസ്റ്റോലിക് ക്രീഡ്. അതുകൊണ്ട് വാസ്തവമായിട്ട് പാപികളായ നമുക്ക് ദൈവസന്നിധി കടന്നു ചെല്ലുവാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളത് ദൈവഭക്തന്മാരുടെ വലിയ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ മാർട്ടിൻ ലൂതറിൻ്റെയൊക്കെ മാനസാന്തരത്തിനുള്ള കാരണം ദൈവവചനത്തിലേക്കും ദൈവത്തിങ്കിലേക്കും തിരിയാൻ, യേശുവിൽ വിശ്വസിക്കാനും, അങ്ങനെ വലിയൊരു പരിവർത്തനം നമ്മുടെ ക്രൈസ്തവ സഭയിൽ ഉണ്ടാകാനും കാരണം ഈ പരിശുദ്ധനായ ദൈവം എങ്ങനെ ഒരു പാപിയുടെ പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു പാപിക്ക് എങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും? അത് പറ്റത്തില്ല എന്ന് നമുക്കറിയാം. കാരണം ഏതാൻ തോട്ടത്തിൽ പാപം ഉണ്ടാകുന്നതിന് മുമ്പ് അവർക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു, ദൈവമായിട്ട് സംസാരിച്ചു. അവിടെ വളരെ പരിപൂർണതയുള്ള ബന്ധങ്ങളും സ്ഥാനങ്ങളും സ്ഥലങ്ങളുമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ദൈവം അവരെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. ആദാമിനെയും ഹവ്വയെയും അവിടുന്ന് എക്സ്പെൽ ചെയ്തു. ഇനി എങ്ങനെ നമുക്ക് തിരിച്ച് കടന്നു ചെല്ലാൻ പറ്റും? അതിന് ഒരുപാട് കാര്യം, ഈ പാപത്തിന് ദൈവം കാണുന്ന വെളിപാടുകളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന സകലത്തിനും പ്രതിവിധി വന്നാൽ മാത്രം ആണ് നമുക്ക് ദൈവമായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് പറ്റിയ ഏക വ്യക്തി നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ എബ്രായർ 1-3-ാം വാക്യത്തിൽ വായിച്ച ഈ പുത്രനാണ്. എന്നാൽ ഈ ലേഖനത്തിൽ തന്നെ, എബ്രായ ലേഖനത്തിൽ തന്നെ അവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം പഴയ നിയമകാലത്ത് യാഗങ്ങൾ നടത്തിയിരുന്നു. പഴയ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് അവിടെ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈനംദിനം രക്തബലിയാഗങ്ങൾ നടത്തേണ്ടിയിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു വർഷത്തെ പൂർണ്ണത കാണിക്കുവാൻ അവസാനത്തെ വർഷാവസാനം അവരെന്ത് ചെയ്യും? ഒരു മഹായാഗം നടത്തും. അങ്ങനെ വർഷാവർഷം യഹൂദന്മാർ അത് ചെയ്തു വന്നു. എന്നാൽ അതിനൊന്നിനും ദൈവത്തോട് അടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം ഒരു വർഷം അങ്ങനെ ചെയ്ത് അതോടുകൂടി തീരുന്നില്ല, ദൈവത്തോട് അടുക്കാൻ അവർക്ക് സാധിക്കില്ല. പിന്നെയും അടുത്ത വർഷം ചെയ്യണം. അങ്ങനെ ചെയ്ത് അതിൻ്റെ അവസാനമായിട്ട് ദൈവപുത്രനായ യേശുക്രിസ്തു വന്ന് അവൻ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം
നമുക്ക് ദൈവമായിട്ട് എടുക്കാനുള്ള എന്തൊക്കെ ആവശ്യമാണോ അത് പൂർണ്ണമാക്കി. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ദൈവത്തിന് ഒരു വ്യക്തിയെ യേശു ക്രിസ്തു മുഖാന്തരം രക്ഷിക്കാൻ സാധിക്കുന്നത്. ദൈവമായിട്ടുള്ള നിരപ്പ്, കൂട്ടായ്മ, പരിശുദ്ധനായ ദൈവത്തെ അടുത്തേക്ക് നമുക്ക് പിതാവേ എന്ന് പറഞ്ഞ് കടന്നു ചെല്ലാനുള്ള, കൃപാസനത്തിലേക്ക് ധൈര്യപൂർവ്വം കടക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നത് ഈ പുത്രൻ്റെ യോഗ്യതകളാണ്. ഇത് മഹാ അത്ഭുതം തന്നെ. ഇത് പരിശുദ്ധാത്മ നമുക്ക് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനും വിശ്വസിക്കാനും അതുവഴി നമുക്ക് ദൈവമായിട്ടുള്ള നിരപ്പ്, അടുപ്പം ഉണ്ടാകാനും സാധിക്കുകയുള്ളൂ. ഈ പാപപരിഹാരത്തിന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ എബ്രായ ലേഖനത്തിൽ നിന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പ്യൂരിഫിക്കേഷൻ. ഇറ്റ്സ് ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ടു ക്ലീൻസ്. നമ്മൾ പാപത്താൽ മലിനീകരിക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് നമ്മുടെ ശുദ്ധീകരണം ആവശ്യമാണ്. യു ഹാവ് ടു ബി ക്ലീൻ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനം 1-ാം വാക്യത്തിൽ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് നമ്മുടെ സകല നീതിയും പോക്കി നമ്മൾ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം ശുദ്ധി. അതുകൊണ്ട് പാപത്താൽ സംഭവിക്കുന്ന ഒരു മാലിന്യം ദൈവത്തിൽ നമ്മൾ അകറ്റുകയാണ്. അതുകൊണ്ട് നമ്മൾ ക്ലീനായിരിക്കണം. നമ്മളെങ്ങനെ ക്ലീനാവാൻ പറ്റും? മറ്റുള്ള സഭകൾ പറയുന്നത് പോലെ നമ്മൾ താൻ കഴുകിയതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പോകുമോ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വർഷാവർഷം ഇതുപോലെ അവർ ചെയ്യുന്ന പോലെ കുർബാനയിലും ബലിയാഗങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമോ? നെവർ, ഒരിക്കലും ഇല്ല. ഞാൻ പറയുന്നതല്ല, അത് ദൈവവചനം പറയുകയാണ്, ദൈവം പറയുകയാണ്, ദൈവവചനത്തെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവമായിട്ട് എങ്ങനെ മാർട്ടിൻ ലൂഥറിന് അത് വലിയ അത്ഭുതമായിട്ട് ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടായി. എങ്ങനെയുണ്ടായി? റോമാലേഖനം വായിക്കാൻ പറ്റും. ദി ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നീതിമാനാകണമെങ്കിൽ വിശ്വാസമാണ്. അതുകൊണ്ടുള്ള വിശ്വാസത്താലുള്ള നീതീകരണം, അതുപോലെ ദൈവമായിട്ടുള്ള അടുപ്പം, അങ്ങനെ അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ പരിശുദ്ധനായ ദൈവം നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണം മുഖാന്തരം നമ്മളോട് പാപക്ഷമ നൽകുവാനും അതിൽ ദൈവം തൃപ്തനായതുകൊണ്ട് അവനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ മാത്രം, കൃപയാൽ മാത്രം, വിശ്വാസത്താൽ മാത്രം രക്ഷ എന്ന് അദ്ദേഹത്തോട് ധൈര്യത്തോടെ പറയാൻ സാധിച്ചു. അത് ഞങ്ങൾ പറയുന്നവരാണ്. ഞങ്ങൾ ബൈബിൾ ചർച്ച് അതിന് ഞങ്ങൾ സാക്ഷികളാണ്. എന്നാൽ മാർട്ടിൻ ലൂഥറിന് പിൽക്കാലങ്ങളിൽ പറ്റിയ അബദ്ധങ്ങളൊന്നും ഞങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തേത് നമ്മുടെ പാപത്തിൻ്റെ ഒരു പ്രശ്നം ഒന്ന് അശുദ്ധിയാണ്. അതുകൊണ്ട് ശുദ്ധീകരണം. എബ്രായർ 1-ാം അധ്യായം 3-ാം വാക്യം. അതിന് 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഇവിടെ പിന്നെയും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അവൻ പുത്രനാണ്, അവൻ പുത്രൻ മനുഷ്യാവതാരം നടത്തിയവനാണ്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിൻ്റെ കൈകളുടെ പ്രവൃത്തികളിൽ നീ അവനെ അധിപതിയാക്കി, സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരെഴുത്ത് സാക്ഷ്യം പറയുന്നു. സകലവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെടുത്തി കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ പാപസംബന്ധമായിട്ടുള്ള ഒരു വിഷയം നമുക്ക് 17-ാം വാക്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു എന്തു പറ്റി, പ്രശ്നങ്ങളാണല്ലോ. വായിച്ച ഭാഗം 17-ാം വാക്യമുണ്ട്. 7 എബ്രായർ 2-ാം അധ്യായം 17-ാം വാക്യം. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ. പ്രായശ്ചിത്തം ഒന്നാമത് ശുദ്ധീകരണം. അത് നമ്മൾ എബ്രായർ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ആയതുകൊണ്ടാണ് നമ്മൾ 1 പറയുന്നത്. ദൈവം ഇങ്ങനെ 1, 2 ചില ദൈവം യേശു ക്രിസ്തുവിൽ സകല പാപങ്ങളുടെയും സകല പ്രശ്നങ്ങളും ദൈവങ്ങളുടെ അടുക്കാനുള്ള എല്ലാം ഒരൊറ്റ സമയത്ത് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമ്മളിത് പഠിക്കുമ്പോൾ അത് പല ഘട്ടങ്ങളായിട്ട് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. 1, 2 എന്നുള്ള വിധത്തിൽ. ഒന്നാമതായിട്ട് ശുദ്ധി ആവശ്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് പ്രായശ്ചിത്തം ആവശ്യമാണ്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്രൊപ്പീറ്റിയേഷൻ, ഒന്ന് പ്യൂരിഫിക്കേഷൻ. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് പ്രൊപ്പീറ്റിയേഷനാണ് ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. അത് പ്രായശ്ചിത്തമായിരിക്കണം, അതിന് അർഹനായ ഒരു വ്യക്തിയായിരിക്കണം, അവൻ പാപരഹിതനായിരിക്കണം,
അത് ദൈവത്തിന്, പിതാവിന് തൃപ്തികരമായിരിക്കണം. അങ്ങനെ ആകെ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വ്യക്തി അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ദർ ഇസ് നോ അതർ പേഴ്സൺ. വേറൊരു വ്യക്തി ഇതിന് യോഗ്യനല്ല. അതുകൊണ്ട് യേശു ക്രിസ്തു നമുക്ക് പ്രായശ്ചിത്തമായി, നമുക്ക് പാപ പരിഹാര രക്തബലിയം, അത് ദൈവത്തിന് തൃപ്തി. ഒരു പ്രായശ്ചിത്ത പ്രൊപ്പീറ്റിയേഷൻ എന്നുള്ള വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ അത് തൃപ്തി എന്നുള്ള വാക്ക്. ദൈവം തൃപ്തനാണോ, പിതാവ് തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ ആണ്. അതിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണം എന്താണ്? അവന് 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് ദൈവം തൃപ്തനാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും അവൻ്റെ വ്യക്തിയും അവൻ ചെയ്ത പ്രവൃത്തികളുമാണ് രക്ഷയ്ക്ക് കാരണം, ദൈവമായിട്ട് അടുക്കാനുള്ള കാരണം. പാപക്ഷമ, പ്രായശ്ചിത്തം, അതുപോലെ ദൈവം എന്തൊക്കെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതിനെല്ലാം, നീതി, ന്യായം, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ വിശ്വാസത്താലാണ്. മൂന്നാമതായിട്ട് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് പാപയാഗം അർപ്പിക്കുക. അത് 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലാണ്. എബ്രായ ലേഖനം. നമുക്കിത് മറ്റുള്ള ലേഖനങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എല്ലാം വായിച്ച് നമുക്കിത് ബോധ്യപ്പെടുത്താവുന്ന വിഷയമാണെങ്കിലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവൻ്റെ 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ ബലഹീന നിയമത്തിൽ ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടി പാപയാഗം അർപ്പിക്കേണ്ടിയിരുന്നു. അത് പഴയ നിയമത്തിലെ കാര്യങ്ങളാണ്. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ മോശയ്ക്കിലൂടെ ദൈവം ഇസ്രായേലിൽ നടന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപം ചെയ്താൽ അവൻ പാപയാഗം നടത്തണം. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതനും തൻ്റെ സ്വന്തം പാപത്തിനും ജനങ്ങളുടെ പാപത്തിനും ഇസ്രായേലിൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾക്കും വേണ്ടി, അതാണ് നമ്മൾ അറ്റോൺമെൻറ്റ്, ഡേ ഓഫ് അറ്റോൺമെൻറ്റ് എന്ന് പറയുന്നത്. ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കുന്നതിൻ്റെ അവസാന ദിവസമാണെന്ന്. എന്നാൽ അത് ദൈനംദിനം അത് വർഷത്തിൽ ചെയ്യും. അങ്ങനെ പിന്നെ എല്ലാ വർഷവും അവർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പാപ സംബന്ധമായ പ്രശ്നത്തിന് ബലിയർപ്പണം ആവശ്യമായിരുന്നു. ഓഫറിങ്, സാക്രിഫിഷ്യൽ ഓഫറിങ്. സംടൈംസ് lamb, sometimes cow, sometimes birds, but without shedding of blood there is no remission of sin. അതുകൊണ്ട് പാപ സംബന്ധമായിട്ട് രക്തം ചിന്തി ഒരു പ്രായശ്ചിത്തം നടത്തണം, ഒരു ഓഫറിങ് നടത്തണം എന്നുള്ളത് അത് ദൈവത്തിൻ്റെ പഴയ നിയമമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൂന്നാമതായിട്ട് നമ്മൾ വായിക്കുന്നത് ഒന്ന് ശുദ്ധീകരണം, ഒന്ന് പ്രായശ്ചിത്തം, മൂന്നാമതായിട്ട് നമുക്ക് പാപയാഗം അർപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത് നമ്മൾ മനസ്സിലായി, ഇന്ന് മിക്കവാറും സഭകളിൽ നടക്കുന്നത് ഈ യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ചുള്ള ഒരു പോക്കാണ്. പഴയ നിയമത്തിൽ സമാഗമന കൂടാരം അത് മനോഹരമായ അത്ഭുതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ സൗധമായിട്ട് ഒരു ദേവാലയമായി പണിതു. അതാണ് ശലോമോൻ്റെ ദേവാലയം. അതുകൊണ്ട് ഈ ദേവാലയം ഒരു ബിൽഡിംഗ് എന്നുള്ള നിലയിൽ അത് പഴയ നിയമത്തിലാണ്. ഈ പഴയ നിയമത്തിലാണ് യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നത് മഹാപുരോഹിതന്മാരുള്ളത്. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളിന്ന് സഭകളിൽ കാണുന്നത്. എന്നാൽ ഇത് ക്രിസ്തീയമല്ല. കാരണം നിങ്ങൾക്കത് ഇപ്പോൾ ബോധ്യമാകും. 7-ാം അധ്യായത്തിൽ, എബ്രായർ 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഇവിടെ ഞാൻ ഉദ്ദേശിച്ച വേദവാക്യം ഈ പാപപരിഹാര ബലി ദൈനംദിനവും വർഷാവസാനവും യഹൂദന്മാർ ചെയ്തതിൻ്റെ അതേ സമയത്ത് ഈ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ആ വെള്ളിയാഴ്ച 3 മണിക്ക് എന്ത് സംഭവിച്ചു? യേശുക്രിസ്തു തന്നെത്താൻ ഒരു പാപപരിഹാര ബലിയായി തീർന്നു. വൺസ് ഫോർ ഓൾ, ഒരിക്കലായി എല്ലാവരുടെയും എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി. അത് യഹൂദന്മാരുടെ മാത്രമല്ല, ജാതികളുടെയും സകല യൗവയുടെയും അവരുടെ സന്തതികളുടെയും
സകല പാപങ്ങൾക്കും വരെ വൺസ് ഫോർ ഓൾ സിൻസ്, എല്ലാവർക്കും എല്ലാ പാപങ്ങൾക്കും വേണ്ടി അവൻ പരിഹാരമായി തീർന്നു എന്നുള്ളതാണ് അവിടെ നാം വായിക്കുന്ന വേദഭാഗം. എബ്രായ ലേഖനത്തിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യമാണ്. 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? പഴയ നിയമം അനുസരിച്ച്, പഴയ ഉടമ്പടി അനുസരിച്ച്. എന്നാൽ നമ്മൾ പുതിയ ഉടമ്പടിയുടെ ആൾക്കാരാണ്. വി ആർ പീപ്പിൾ ഓഫ് ദി ന്യൂ കവണൻറ്റ്. ആ കവണൻറ്റ് സ്വാധീകരിക്കണമെങ്കിൽ, അത് എഫക്റ്റിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കവണൻറ്റ് എടുത്ത ആൾ മരിക്കണം. അങ്ങനെയാണ് കർത്താവ് മരിച്ചത്. അതുകൊണ്ട് ഈ ന്യൂ കവണൻറ്റ് അത് ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ പഴയ നിയമ ഉടമ്പടി അനുസരിച്ച് ദൈനംദിനം ഓഫറിങ് നടത്തണം. വർഷാവസാനം മഹാപുരോഹിതൻ രക്തമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കിടന്ന് യാഗം നടത്തണം, അവിടെ രക്തം തെളിക്കണം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ പറയുകയാണ്, ആ മഹാപുരോഹിതരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ആരാണ് ചെയ്തത്? ദൈവപുത്രനായ യേശു ക്രിസ്തു. ഇത് വാസ്തവത്തിൽ ഞാനിത് പഠിപ്പിക്കുമ്പോൾ ഐ ആം ത്രിൽഡ് ആക്ച്വലി. അടിമുതൽ മുകൾ വരെ രോമാഞ്ചം ഉണ്ടാകാൻ കാരണം ഇത് ദൈവം തൻ്റെ പുത്രനിൽ നമുക്ക് വേണ്ടി ചെയ്ത വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് പീഡാനുഭവത്തിന് ശേഷം എന്ത് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി നമുക്ക് ശുദ്ധീകരണം നൽകി പാപസംബന്ധമായിട്ടുള്ള സകലത്തിനും പരിഹാരം വരുത്തി ദൈവമായിട്ട് അടുക്കുവാൻ തക്കവണ്ണം, സ്വർഗത്തിന് അവകാശികളായി തരുവാൻ തക്കവണ്ണം, യേശു ക്രിസ്തുവിൽ അവകാശികളായി തരുവാൻ തക്കവണ്ണം മഹാഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ദൈനംദിന ജീവിതം എങ്ങനെയായിരിക്കണം? വീണ്ടും പഴയതിലേക്ക് പോകണമോ? അവസാനിപ്പിച്ച കാര്യങ്ങൾ, പൂർത്തീകരിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും ചെയ്യണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന അബദ്ധമാണ്, മണ്ടത്തരമാണത്. അതുകൊണ്ട് പീഡാവനത്തിന് എന്ത് എന്ന് ചോദിച്ചാൽ നാം ഈ മഹത്വത്തിലേക്ക് കടന്ന കർത്താവിൽ നാം പുതിയ ഒരു ആരംഭം നമുക്ക് ആവശ്യമാണ്. അപ്പം അങ്ങനെ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യമാണ്. ഞാനത് എഴുതി, അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം പറ്റിയത്. തന്നെത്താൻ ഒരിക്കലായി അർപ്പിച്ചു. അതുകൊണ്ട് ഇനി അർപ്പണമില്ല. റോമൻ കത്തോലിക്ക സഭയുടെ കുർബാന എന്നുള്ള ആ സാധനം അത് അവർ എന്താ പറയുക, ഈ ബലി ഞങ്ങൾ അർപ്പിക്കുക എന്ന് പറയുന്നത്. ഇനി ബലി ഇല്ല എന്ന് വേദപുസ്തകം ശക്തമായി പറയും. കാരണം കർത്താവ് യേശു ക്രിസ്തു ദൈവപുത്രൻ, അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി, എല്ലാ പാപങ്ങൾക്കും വേണ്ടി നടത്തി അവൻ മഹത്വത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ പാപങ്ങളെ ചുമന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ബോർ ആർ സിൻസ്. നമ്മുടെ പാപങ്ങളെ ചുമന്ന് അവൻ കാൽവരി ക്രൂശിൽ കയറി അവിടെ അതിന് പരിഹാരം വരിക. ഈ ക്യാരിഡ് അവർ സിൻസ്. അപ്പം അങ്ങനെ നമ്മുടെ പാപത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുമ്പോൾ അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. നമ്മൾ പാപികളാണ്. പാപത്തിന് മാരകമായ ഗൗരവമുള്ള സാധനമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുമ്പോഴാണ് നമുക്ക് രക്ഷകനെ ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം എന്ന് പറയുന്നത്. വേറൊരു നാമവുമില്ല. There's only one Savior in this universe, that is Lord Jesus Christ, who died and rose again on the third day. Wonderful, no?
അപ്പോൾ അതുകൊണ്ട് നമ്മൾ 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അത് ഇപ്രകാരമാണ്. 27-28 വായിക്കുകയാണ് ഇബ്രാഹിം 9-ാം അധ്യായം. ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, ഒരു ന്യായവിധി ശേഷിക്കുകയാണ്. പിന്നെയും ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവിധിയും. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ, ദാറ്റ് ഈസ് ക്യാരിയിങ്, ബെയറിങ് അവർ, ഈ ക്യാരിഡ് അവർ സിൻസ് ടു ദി ക്രോസ്. ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, അതാണ് ഓഫറിങ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി, രക്ഷ, സാൽവേഷൻ. അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാവും. ആദ്യ വരവെന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ പാപങ്ങളെ ചുമക്കാൻ, നമുക്ക് ശുദ്ധി നൽകുവാൻ, നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ, നമുക്ക് വേണ്ടി നീതി, അവൻ്റെ നീതി നമുക്ക് കണക്കിടണം. അങ്ങനെ രക്ഷാവിജ്ഞാനിയും നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് വേദത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ദീർഘനാളുകൾ പഠിക്കാൻ തക്കവണ്ണമുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. രക്ഷ എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ അത് വലിയ നീതിന്യായ ഒരു കാര്യമാണ്. നീതിയുടെയും ന്യായത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം വലിയ ദൈവിക സത്തയുടെ സ്വഭാവത്തിൻ്റെ തന്നെ ഒരു വെളിപ്പാടാണത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. എന്നാൽ അത് പരിശുദ്ധാത്മ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും വേദപുസ്തകം വായിക്കുമ്പോൾ അത് നമുക്ക് ബോധ്യം നൽകുന്നു, നമ്മുടെ ജീവിതത്തെ അത് ക്രമീകരിക്കുന്നു. അങ്ങനെ നമ്മുടെ പാപസംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് അവൻ പാപങ്ങളെ ചുമന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്ന് കാൽവരി ക്രൂശിൽ കടന്നു. 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, അത് മൊത്തം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാരി ആവശ്യമില്ലല്ലോ. 10-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക. വേദപുസ്തകം പറയുകയാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനമുണ്ട്. അത് ഉള്ളിടത്ത് ഇനി പാപപരിഹാര ബലിയില്ല, ആവശ്യമില്ലല്ലോ. വേദപുസ്തകം ചോദിക്കുകയാണത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. There is forgiveness of sin. Then why should he again offer sacrifices like the Old Testament? Not required. ആവശ്യമില്ല എന്ന് വേദപുസ്തകം ശക്തമായി പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ രക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പാപം ഗൗരവമുള്ള വിഷയമാണ്. പാപപരിഹാരം ബലി വർഷം തോറും പഴയ നിയമത്തിൽ ചെയ്തതിൻ്റെ തുടർച്ചയാണ് ദൈനംദിനമുള്ള ബലിയർപ്പണം. അത് റോമൻ കത്തോലിക്കരുടെ ഭാഷയിൽ ഹോളി മാസ് എന്ന് പറയും, കുർബാന. മറ്റുള്ള പൗരസ്ത്യ സഭകളിലും പാശ്ചാത്യസഭകളിലൊക്കെ അത് കുർബാന എന്നാണ് പറയുക. അതിനാവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പുതിയ നിയമസഭ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ അല്പമായിട്ട് പഠിച്ചു. വാട്ട് ദേ ഡിഡ് ആസ് ക്രിസ്ത്യൻസ്. അധ്യായം 10-18 വായിക്കുമ്പോൾ പാപമോചനമുള്ളയിടത്ത് പാപപരിഹാരം ഒരു ആവശ്യമില്ലല്ലോ. അങ്ങനെ പാപപരിഹാരം നടത്തിയതിന് ശേഷം, അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിന് ശേഷം, പീഡാനുഭവ ആഴ്ചയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു? അതുകൊണ്ട് പീഡാനുഭവത്തിൽ ക്രിസ്തുവിനെയോ പീഡാനുഭവത്തിന് ശേഷം മൗത്തിലേക്ക് കടന്ന ക്രിസ്തുവിനെയോ, അതാണ് വിഷയം. നമ്മളിന്ന് പിൻപറ്റണം. പല സഭകളും പിൻപറ്റുന്നത് ഈ പാപപരിഹാരം നടത്തുന്ന ക്രിസ്തുവിനെയാണ്. കാരണം അത് പാപപരിഹാരമായിട്ട് വിശ്വസിക്കാത്തതുകൊണ്ട്. They don't believe. അവൻ്റെ പൂർണ്ണ വ്യക്തിത്വത്തിലോ അവൻ്റെ പൂർണ്ണ കാൽവരി ബലിയിലോ അവിടെ നടത്തിയ പാപപരിഹാരത്തിനോ അവർ വിശ്വസിക്കാത്തതുകൊണ്ട് ഒരു പഴയ നിയമത്തിൻ്റെ ആചാരങ്ങൾ അവർ പിന്നെയും നടത്തുക. പാപപരിഹാരത്തിന് ശേഷം എന്ത് ചെയ്തു? 3 ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് മഹത്വത്തിൽ ഇരിക്കുകയാണ്. സഫറിങ് ഫോളോഡ് ബൈ ദി ഗ്ലോറീസ് ടു ഫോളോ. ഓക്കെ. അങ്ങനെ എബ്രായ ലേഖനം 2:77 അവനിന്ന് സകലത്തെയും നിയന്ത്രിക്കുന്ന പൂർണ്ണ ദൈവമായിട്ട് ഇന്ന് സ്വർഗ്ഗത്തിൽ വാഴുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ പാചകവാതകങ്ങൾ നേരത്തെ കിട്ടിയത് സുലഭമല്ല, വില കൂടിയിരിക്കുകയാണ്. പല സാധനങ്ങൾക്കും വില കൂടി, നമ്മുടെ ജീവിതത്തിന് ചെറിയൊരു പ്രയാസം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞ് അതിൻ്റെ റൂട്ട് കോസ്, മൂല കാരണം എന്ത് എന്ന് നമ്മൾ
മനസ്സിലാക്കി കഴിയുമ്പോൾ അത് മനുഷ്യൻ്റെ ദുഷ്ടതയാണ് അത് കാരണമെന്ന് മനസ്സിലായി. അപ്പോൾ ദുഷ്ടതയ്ക്ക് പരിഹാരം വരുത്താതെ നമ്മുടെ ഈ പ്രൈസ് റൈസിനും ഇങ്ങനെയുള്ള ഈ ഫ്ലക്ച്വേഷൻ വോളറ്റിലിറ്റി എന്നൊക്കെ പറയും മാർക്കറ്റിൽ, അതിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ശിഷ്ടരായിട്ടുള്ള മനുഷ്യർ, നല്ല രാജ്യങ്ങൾ, നല്ല ഭരണമുള്ള മനുഷ്യത്വമുള്ള മനുഷ്യരായി തീർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനെന്ത് ചെയ്യണം? അവൻ യേശു ക്രിസ്തുവിലേക്ക് വരണം. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പോൾ അങ്ങനെ നമ്മൾ യേശു ക്രിസ്തു അവനല്പം താഴ്ത്തപ്പെട്ടു എന്നുള്ള വാസ്തവമാണ്. മരിക്കാൻ തക്കവണ്ണം ദൂതന്മാരേക്കാൾ അല്പം താഴ്ത്തിയവന്. എന്നാൽ ഇന്ന് അവരെക്കാളും വലിയൊരു നാമം അവന് ലഭിച്ചിരിക്കുകയാണ്. ഈസ് ഇൻ ഗ്ലോറി. അവനെ ഇന്ന് മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി നാം കാണുകയാണ്. അതുകൊണ്ട് അവനെയാണ് നമ്മൾ, ഈ മഹത്വത്തിലുള്ള കർത്താവിനെയാണ് നമ്മൾ ഇന്ന് പിൻപറ്റേണ്ടത്. കാരണം ഈസ് ഓൾറെഡി വിക്ടർ. ഇനി വരാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തെ മൊത്തമായിട്ട് ഭരിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധവും അവർക്കെതിരായിട്ടുള്ള ദുഷ്ടതയും എല്ലാം കാരണം ഇതാണ്. പീപ്പിൾ ഹേറ്റ് ഗോഡ് ഓഫ് ഹിസ് എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ് ആൻഡ് ക്രൈസ്റ്റ് ഒരു യഹൂദനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാം അധ്യായം വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ദൈവിക വെളിപ്പാടാണ്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്നു. അവൻ പൂർണ്ണ മനുഷ്യനാണ്. ഒരു മനുഷ്യന് മാത്രമേ മരിക്കാൻ സാധിക്കുള്ളൂ. ദൈവം എറ്റേണൽ ലൈഫുള്ളതാണ്. ഈ നിത്യജീവനുള്ളവനാണ് ദൈവം. അതുകൊണ്ട് അവന് മരിക്കാൻ സാധിക്കുകയില്ല. മരിക്കണമെങ്കിൽ അത് മനുഷ്യനായി അവതരിക്കേണ്ട ആവശ്യമായിരുന്നു. ഇൻകാർണേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തു മനുഷ്യത്വത്തിൻ്റെ വെളിപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിനെ എന്ന നിലയിലും മഹത്വവും ബഹുമാനവും അവൻ അണിയിച്ചിരിക്കുന്നു. എൻ്റെ എബ്രായ 2:9 ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ദൂതന്മാരെ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു, മഹിമയും ബഹുമാനവും കൊണ്ട് അവൻ്റെ കിരീടം അണിയിച്ചിരിക്കുന്നു, സമസ്തവും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കി. സമസ്തവും. ഇന്ന് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു ആണെന്ന് പറയാൻ യാതൊരു സംശയം കൂടെ നമുക്ക് പറയാൻ കഴിയും. ഇന്നത്തെ യുദ്ധം വളരെ ഭീകരമായ ഒരു ഭീകരന്മാരെ ഇന്ന് നിഗ്രഹിക്കുന്ന ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിയന്ത്രിക്കുന്ന ആരാണ്? കർത്താവ് യേശു ക്രിസ്തുവാണ്. ജാതികളും യഹൂദനും ഈ കർത്താവിലേക്ക് തിരിയണം. അതിനുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. എനിവേ അത് നമ്മുടെ വിഷയമല്ല. എങ്കിലും നമ്മൾ ഓർക്കുന്നത് പോലെ പീഡാനുഭവത്തിന് ശേഷം എന്ത് എന്ന് ചോദിച്ചാൽ മഹത്വത്തിലുള്ള കർത്താവ്, പിതാവിൻ്റെ വലത്ത് സ്വർഗത്തിലിരിക്കുന്ന കർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്നവരും ആരാധിക്കുന്നവരും ദൈവമായിട്ട്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടുള്ള യേശുക്രിസ്തു വഴി പിതാവിനെ സ്നേഹിക്കുന്നവരും സന്തോഷിക്കുന്നവരും ആയിത്തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള ദൈവവചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് നിങ്ങൾക്ക് ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ്സിന് വിരാമമിടാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഒരു മനുഷ്യൻ എന്ത് ഒക്കെ പറഞ്ഞാലും ഏതൊക്കെ വിധത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാലും ദൈവിക സത്യങ്ങൾ മനുഷ്യരിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. അത് ദൈവവചന വായനയിലൂടെയും അതിൻ്റെ പഠനത്തിലൂടെയാണ്. ഇന്നെ കേൾക്കുന്നവർ ഈ മഹത്വമണിഞ്ഞ കർത്താവിലേക്ക് തിരിയുവാൻ, അവനെ കഷ്ടമനുഭവിച്ചനെ കണ്ടു, എന്നാൽ മൂന്നാമത് ഉയർത്തെഴുന്നേരുന്ന മഹത്വത്തിൽ ജീവിക്കുകയാണ്, അവനെ പിൻപറ്റുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു ആയിരിക്കുന്നത് പോലെ അവനെ വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.